നോക്കിയടാ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിടെക്കിൽ ചെയ്യാൻ പോകുന്നത് ഒരു സ്നോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഒറിജിനൽ സ്നോ ഒന്നുമില്ല, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്നോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട കെമിക്കലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സൂപ്പർ അബ്സോർബന്റ് പോളിമർ ആർട്ടിഫിഷ്യൽ സ്നോ ഗ്രേഡ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്നോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മേടിക്കണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ സ്നോ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇവിടെ നമ്മുടെ കെമിക്കൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിലാണ് നമ്മൾ സ്നോ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ കെമിക്കൽ കുറച്ച് ഈ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. കുറച്ചിടണുള്ളൂ, വളരെ കുറച്ചിട്ടുള്ളൂ, ഏകദേശം 1 സ്പൂൺ ഇല്ല. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞങ്ങൾ കട്ട് ചെയ്യണില്ല. അപ്പം കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്നോ ഉണ്ടായി വന്നത് കേട്ടോ. ഓക്കെ കേട്ടോ. നോക്കിയടാ ഇപ്പൊ ഉണ്ടായി വരെ. നിങ്ങക്ക് പൊങ്ങി വന്നെ കാണാൻ പറ്റണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റണ്ട കേട്ടോ. കണ്ടോ പൊങ്ങി തന്നെ ഉണ്ടോ ഫ്രണ്ട്സ്? നമ്മുടെ സ്നോ അങ്ങനെ സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഫുഡ് കണ്ടോ? ഞാൻ ഇതിലിട്ട് കാണിച്ചിട്ടോ. ഇതാണ് നമ്മുടെ സ്നോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് അബ്സോർബ് ചെയ്യും കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒഴിച്ച് കാണിച്ചുതരാം. നോക്കിട്ടോ. കണ്ടോ? ആ ഫുൾ വെള്ളം ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ നോക്കിയുടെ അത് ഇതാണ് നമ്മുടെ സ്നോ. എന്നാ സോഫ്റ്റ് ആണെന്നറിയോ. അയ്യോ, സെറ്റവ് സ്നോ കേട്ടോ. വാവ്, ചുമ്മാ കയ്യിലിങ്ങനെ പതിഞ്ഞു. നമ്മുടെ ക്രീമൊക്കെ നമുക്ക് കയ്യിലെടുക്കൂലേ, അതേപോലെയൊക്കെ തന്നെ ഇങ്ങനെ പതഞ്ഞിങ്ങനെ പോകും. നല്ല രസമാട്ടത്. എൻ്റെ പൊന്നി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതും അബ്സോർബ് ചെയ്യും കേട്ടോ. നന്നായിട്ട് ഏകദേശം ഈ കുപ്പിയിലുള്ള വെള്ളം മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യും കേട്ടോ. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ തരാം. കണ്ടോ? ഫുള്ള് വെള്ളം. പൊന്നി നോക്കി എന്നാ രസം. എന്ത് സെറ്റമാന്നറിയ ഇത് കയ്യിലേക്ക് എടുക്കാൻ വേണ്ടി. അയ്യോ നോക്കി. നമ്മൾ ഒരു എന്താ പറയാ, ഒരു ടേബിൾ സ്പൂണിന്റെ പകുതി പോലും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ടേബിൾ സ്പൂണിന്റെ പകുതി പോലും നമ്മൾ കെമിക്കൽ എടുത്തില്ല. അതിനാണ് നമ്മൾ ഇത്രയും സ്നോ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ അത് നിങ്ങളിത് വായിലൊന്നും പോകാതെ നോക്കണം കേട്ടോ. വായിലൊക്കെ പോയാൽ ഡേഞ്ചറാണ്. കാരണം ഇതിങ്ങനെ വീർത്ത് വന്നുകൊണ്ട് വളരെ ഡേഞ്ചർ ആയിരിക്കും. പിന്നെ അത് ക്രിസ്മസ് ഒക്കെ അല്ലേ വന്നെ. പിന്നെ നമ്മളെ പുൽക്കൂട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ വിതറിയിടാൻ നല്ല രസമായിരിക്കും. മഞ്ഞ് വീണ് കിടക്കണ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും കാണാനൊക്കെ, സെറ്റപ്പായിരിക്കും. പുൽക്കൂട്ടിലൊക്കെ നല്ല രസമായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇച്ചിരി മുമ്പ് നമ്മളൊരു ചെറിയൊരു പാത്രത്തിലാണ് നമ്മൾ സ്നോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ സ്നോ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മുടെ സൂപ്പർ അബ്സോർബന്റ് പോളിമർ പൊട്ടിച്ചിട്ട് ഇതിന്നൊരു 1/4 ഭാഗം ഇട്ടാൽ മതി. 1/4 ഭാഗത്തേക്ക് അത് നിറഞ്ഞു പൊങ്ങും. നിങ്ങൾ കണ്ടാലേ ഒരു 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ഇടാം. ഏകദേശം 1/4 ഭാഗമായിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിടാം. ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ.
നമ്മൾ ഈ ബക്കറ്റ് നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നോക്കിയോട്ടാ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോട്ടോ, നമ്മുടെ സ്നോ ഇപ്പം റെഡിയാവും. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് നിങ്ങളുടെ പാത്രത്തിന് താഴത്തേക്ക് ഇറക്കാൻ പോയിട്ട് നോക്കിയോട്ടോ. അയ്യോ എന്റെ പൊന്നെ, നോക്കിയേ സ്നോ എന്റെ പൊന്നെ. ഇതിന്റെ ഒരു പകുതി പോലും ഇത് വീർത്തിട്ടില്ല കേട്ടോ, തെന്നി പോണ്ട ഇവിടൊക്കെ. അയ്യോ എന്റെ പൊന്നെ, അമ്പോ എന്ത് രസാന്നറിയ ഇതില്. സെറ്റ് വേണ്ടോ, നിങ്ങൾ നോക്കി അവിടെ സ്നോ ഉണ്ടോ. അയ്യോ ഇവിടെ തെന്നണ്. അയ്യോ അതെ, അടിയിൽ ചെറിയ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ നേരെ തെന്നി വീണാനെ. ഒരു ബക്കറ്റ് സ്നോ ആണ് നമ്മുടെ ഇരിക്കുന്നത്. ഇനി എന്താ ഇതിലേക്ക്, ഇനി നമ്മളെടുത്ത ബക്കറ്റില് ഒരു 2-3 ബക്കറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അത്രയ്ക്കും ഇത് വീർത്ത് വരും. എന്റെ പൊന്നെ, നോക്കി നോടല്ല, നമുക്കിതൊരു ലവ്ച്ചിനെ വായത് വെക്കാൻ പറ്റുമോ നോക്കട്ടോ. അയ്യോ ഒരു ലവ്ച്ചിനെ പോലെ വെക്കാൻ പറ്റുമോ നോക്കാം. ആഹാ വാവ്, ലുക്ക് കേട്ടോ, എന്ത് രസാന്ന് നോക്കി. ഒരു ഉറുമ്പതേ നിൽക്കട്ടെ, ഈ പാവത്തിന്റെ അടുത്ത് കാണട്ടെ. എനിക്ക് ഉറുമ്പിനെ കൊള്ളണം ഒട്ടും ഇഷ്ടമല്ല. അടുത്ത ഉറുമ്പ്. നമ്മുടെ സ്നോ എന്റെ പുല്ല്. നോക്കടാ, സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് വീട്ടിലുണ്ടാക്കുമ്പോ ഞാൻ ഒന്നുകൂടെ പറയണം, വായിലൊന്നും പോകാതെ നോക്കണം കേട്ടോ. വായിൽ പോയാൽ ഡേഞ്ചറാണ്. എനിക്ക് എന്ത് പറയണത് അറിയില്ല, സത്യമായിട്ടത്. നമുക്ക് അതേപോലെ തന്നെ സ്നോ കളിക്കുന്ന പോലെ തന്നെ. വാവ് ആണോ, നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ്. ഫ്രണ്ട്സ്, നമ്മുടെ സ്നോ ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പുൽക്കൂടൊക്കെ ഒരുക്കണവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിന്റെ ഉള്ളിലും ഈ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ തൂങ്ങി കിടക്കണ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല, വായിലൊന്നും പോകാതെ നോക്കണം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും തന്നെ കമന്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടി BTech എന്ന ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.